ഹരി ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മഹത്വവും ഉദ്ഭവകഥയും ഐതിഹ്യവും ചരിത്രവുമൊക്കെ ഒന്ന് കേട്ടു നോക്കിയാലോ. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1. ഗുരുവായൂരിൻ്റെ മഹത്വം, 2. ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ച വിഗ്രഹം, 3. ജനമേജയനും ഗുരുവായൂർ ക്ഷേത്രവും, 4. പാണ്ഡ്യരാജാവ് പുനർനിർമ്മിച്ച ഗുരുവായൂർ ക്ഷേത്രം, 5. ക്ഷേത്രചരിത്രം, 6. ടിപ്പുവിൻ്റെ ആക്രമണം, 7. തീപിടുത്തവും ക്ഷേത്ര പുനരുദ്ധാരണവും എന്നിവയാണ്. ഗുരുവായൂരിൻ്റെ മഹത്വം. നാരദീയ പുരാണാന്തർഗതം എന്ന് പറയപ്പെടുന്ന സംസ്കൃത കാവ്യമായ ഗുരുവായൂർ പുരമാഹാത്മ്യത്തിൽ ഗുരുവായൂർ പ്രദേശത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. മനുഷ്യജന്മം സാർത്ഥമാകണമെങ്കിൽ ഈശ്വര സേവ ചെയ്യുകയാണ് വേണ്ടതെന്ന വിശ്വാസത്താൽ തപസ് അനുഷ്ഠിക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് നടക്കവേ പ്രചേതസ്സുകൾ മഹാത്മാക്കളുടെ മനസ്സ് പോലെ നിർമ്മലമായ ജലത്തോടു കൂടിയതും പ്രസന്നങ്ങളായ മത്സ്യങ്ങളോട് കൂടിയതും വിസ്തൃതവുമായ ഒരു മനോഹര സരസ് സമുദ്രതീരത്ത് കണ്ടു. നീലോൽപ്പലം, ചെന്താമര, കൽഹാരം, ഇന്ദീവരം മുതലായ പുഷ്പങ്ങളുടെ ഉദ്ഭവസ്ഥാനവും അരയന്നങ്ങൾ, സാരസങ്ങൾ, ചക്രവാകങ്ങൾ, കാരണ്ഡവങ്ങൾ മുതലായ പക്ഷികളാൽ ശബ്ദിക്കപ്പെടുന്നതും മത്തുപിടിച്ച വണ്ടുകളുടെ ഗാനം കൊണ്ടുള്ള ആനന്ദത്താൽ രോമാഞ്ചം പ്രാപിച്ച ലതകളോടും വൃക്ഷങ്ങളോടും കൂടിയതുമായ ആ സരസിനെ അവർ ദർശിച്ചു. അവിടെ സാന്നിധ്യം ചെയ്യുന്ന ശിവപാർവതിമാരെ തങ്ങളുടെ ഇംഗിതം അറിയിക്കുകയും അവരുടെ സമ്മതത്തോടെ തീർത്ഥക്കരയിൽ വർഷങ്ങളോളം തപസ് അനുഷ്ഠിക്കുകയും നിർവൃതരാകുകയും ചെയ്തു. ഇവരുടെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായ ശ്രീ പരമേശ്വരൻ പ്രസിദ്ധമായ രുദ്രഗീത അവർക്ക് ഉപദേശിച്ചതായും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭാഗവതത്തിൽ പരാമർശിച്ച ആ പ്രദേശം ഗുരുവായൂർ തന്നെയാണെന്ന് നാരായണീയത്തിലൂടെ മേൽപ്പത്തൂർ വ്യക്തമാക്കുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ ക്ഷേത്രം മനോഹരമായ ഒരു സരസിൻ്റെ തീരത്തായിരുന്നു നിലകൊണ്ടിരുന്നത്. നീലോൽപ്പലം, കൽഹാരം, ഇന്ദീവരം തുടങ്ങിയ അപൂർവ പുഷ്പങ്ങൾ ഈ സരസിൽ വിരിഞ്ഞിരുന്നു. കാലക്രമത്തിൽ ഈ സരസ് കുളങ്ങളായി ചുരുങ്ങി അതിൽ ഒരു കുളമാണത്രേ ഗുരുവായൂരിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ കുന്നംകുളം റോഡിലെ ചാട്ടുകുളം. പഴയ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ആറാട്ട് ഈ ചാട്ടുകുളത്തിലാണ് നടന്നിരുന്നത് എന്ന് ഐതിഹ്യമുണ്ട്. നാരായണം കുളങ്ങര, കോഴിക്കുളങ്ങര, തിരുവെങ്കിടം, താമരയൂർ, ചെട്ട്യാലിക്കൽ എന്നീ ദേവീ ക്ഷേത്രങ്ങളുടെയും മമ്മിയൂർ, പേരകം, പെരുന്തട്ട, ചൊവ്വല്ലൂർ, തിരുവത്ര തുടങ്ങിയ ശിവക്ഷേത്രങ്ങളുടെയും ഏകദേശം മധ്യത്തിലായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രം പ്രശോഭിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ച വിഗ്രഹം. സൃഷ്ടിയുടെ ആരംഭത്തിൽ തൻ്റെ സൃഷ്ടികർമ്മങ്ങൾ വേണ്ട രീതിയിൽ നടക്കാതെ വന്നപ്പോൾ ബ്രഹ്മാവ് ശ്രീ വൈകുണ്ഠനാഥനെ തപസ് ചെയ്തു. സംപ്രീതനായ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇംഗിതമാരാഞ്ഞു. ഭഗവാന്റെ അരുളപ്പാട് കേട്ട് ബ്രഹ്മദേവൻ ഇങ്ങനെ അപേക്ഷിച്ചു: ഭഗവാനെ, വേണ്ട വിധം എൻ്റെ സൃഷ്ടികർമ്മങ്ങൾ നടക്കുന്നില്ല. അതിനാൽ സൃഷ്ടികർമ്മം നല്ല രീതിയിൽ നടക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണം. ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ ശ്രീമൻ നാരായണൻ ചതുർബാഹുവായ ദിവ്യ വിഗ്രഹത്തെ ബ്രഹ്മാവിന് നൽകി. ഈ വിഗ്രഹത്തെ വേണ്ട വിധം പൂജിച്ചാൽ കർമ്മങ്ങളെല്ലാം ഭംഗിയായി നടക്കുമെന്നും അരുളി ചെയ്തു. ബ്രഹ്മദേവൻ ഭഗവാന്റെ അരുളപ്പാടനുസരിച്ച് ഭഗവത് പൂജ നടത്തിയതിനാൽ സൃഷ്ടികർമ്മങ്ങൾ വേണ്ട വിധം നടത്തുവാൻ സാധിച്ചു. പ്രജാപതിയായ സുതപസും പത്നി പൃശ്നിയും മക്കളില്ലാതെ ഏറെ ദുഃഖിതരായി ബ്രഹ്മാവിനെ ഏറെക്കാലം തപസ് ചെയ്തു.
സന്തുഷ്ടനായ ബ്രഹ്മദേവൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. താൻ ആരാധിച്ചു വരുന്ന വിഷ്ണു വിഗ്രഹത്തെ അവർക്ക് നൽകി. വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകുമെന്ന് അനുഗ്രഹിച്ചു. ഭഗവത് വിഗ്രഹത്തെ ലഭിച്ച സുതപസും പത്നിയും ഹിമാലയ സാനുക്കളിൽ പോയി ഭഗവത് പൂജയും തപസ്സും ആരംഭിച്ചു. അനേക വർഷം അവർ ഭക്ത്യാദരപൂർവം ഭഗവത് വിഗ്രഹത്തെ ആരാധിച്ചു. സന്തുഷ്ടനായ വൈകുണ്ഠനാഥൻ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഭക്തി, കൗതുകം, ആശ്ചര്യം എന്നീ ഭാവേന ഭഗവാനെ കണ്ട് സന്താന സൗഭാഗ്യത്തിനായി അപേക്ഷിച്ചു. അവരുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ശ്രീമൻ നാരായണൻ അവർക്ക് മകനായി അവതരിക്കാമെന്ന് അരുളി ചെയ്തു. 3 ഭാവേന ഭഗവാനെ കണ്ട് അപേക്ഷിച്ചതിനാൽ വരുന്ന 3 ജന്മത്തിലും ഭഗവാൻ തന്നെ അവർക്ക് മക്കളായി ഇരുന്നു കൊള്ളാമെന്ന് അരുളി ചെയ്ത് അന്തർദാനം ചെയ്തു. ഭഗവാൻ സുതപസിനും പൃശ്നിക്കും മകനായി അവതരിച്ച് പൃശ്നിഗർഭൻ എന്ന പേരിൽ ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ലോകമെങ്ങും പ്രചരിപ്പിച്ചു. കാലാന്തരത്തിൽ സുതപസും പത്നിയും കശ്യപനും അദിതിയുമായി ജന്മമെടുത്തു. ഭഗവാന്റെ അരുളപ്പാടനുസരിച്ച് വാമനാവതാരമെടുത്ത് അവരെ അനുഗ്രഹിച്ചു. പിന്നീട് അവർ വാസുദേവനും ദേവകിയുമായി ജന്മമെടുത്തു. അടുത്ത അവതാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റേതായിരുന്നു. പൂർണ്ണ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പ്രത്യേകം ക്ഷേത്രം പണിത് ദിവ്യമായ വിഷ്ണു വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിച്ച് പൂജിച്ച് വന്നു. ഭഗവാന്റെ സ്വർഗാരോഹണ സമയമായപ്പോൾ ഭക്തോത്തമനായ ഉദ്ധവരെ വിളിച്ച് ഇങ്ങനെ അരുളി ചെയ്തു: എൻ്റെ സ്വർഗാരോഹണത്തോടെ ദ്വാരക വെള്ളത്തിൽ ആണ്ടുപോകും. കലിയുഗത്തിൽ മനുഷ്യർക്ക് കലിദോഷം അകറ്റുന്നതിനും സർവവിധ ഐശ്വര്യങ്ങൾക്കുമായി ദ്വാരകയ്ക്ക് സമാനമായ ഒരു പുണ്യസ്ഥലത്ത് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് ദേവഗുരുവായ ബൃഹസ്പതിയോട് പറയണം. ഉദ്ധവരുടെ നിർദ്ദേശപ്രകാരം ദ്വാരകയിലെത്തിയ ബൃഹസ്പതിയും, അതായത് ഗുരുവും വായുദേവനും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വിഷ്ണു വിഗ്രഹത്തെ എടുത്ത് ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കാനായി ഭാരതത്തിലുടനീളം ചുറ്റി സഞ്ചരിച്ചു. അവസാനം അവർ പരശുരാമ ക്ഷേത്രമായ കേരളത്തിൽ എത്തിച്ചേർന്നു. ഈ ദിവ്യ വിഗ്രഹത്തെ അന്വേഷിച്ച് പുറപ്പെട്ട പരശുരാമൻ ഗുരുവിനെയും വായുവിനെയും കണ്ടുമുട്ടി. അവരെല്ലാവരും കൂടി വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ച് ഒരു പുണ്യതീർത്ഥക്കരയിൽ എത്തിച്ചേർന്നു. താമര പൂക്കൾ നിറഞ്ഞ പൊയ്കയുടെ അടുത്തെത്തിയപ്പോൾ ശിവനും പാർവതിയും അവരെ സ്വാഗതം ചെയ്തു. ശിവൻ പ്രചേതസുകൾക്ക് രുദ്രഗീത ഉപദേശിച്ച രുദ്രതീർത്ഥമായിരുന്നു അത്. മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലം ഈ തീർത്ഥക്കര ആണെന്ന് ശിവപാർവതിമാർ വ്യക്തമാക്കി. ഗുരുവും വായുദേവനും കൂടി വിഗ്രഹ പ്രതിഷ്ഠ നടത്തണമെന്നും ഗുരുവായൂർ എന്ന പേരിൽ ഈ സ്ഥലം പ്രസിദ്ധമാകുമെന്നും ശ്രീ മഹാദേവൻ അരുളി ചെയ്തു. ശ്രീ മഹാദേവൻ പാർവതി ദേവിയോടൊപ്പം മമ്മിയൂരിലേക്ക് മാറിക്കൊള്ളാമെന്ന് വ്യക്തമാക്കി. ഗുരുവും വായുവും ചേർന്ന് നടത്തിയ പ്രതിഷ്ഠ പരമശിവൻ കൽപ്പിച്ചതനുസരിച്ച് പരശുരാമന്റെ സാന്നിധ്യത്തിൽ ബൃഹസ്പതിയും, അതായത് ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠ നടത്തി. ശിവൻ പൂജാദികൾ ചെയ്തു ഗുരുവിനെയും വായുവിനെയും അനുഗ്രഹിച്ചു. പൂജാദികൾ കഴിഞ്ഞ് പരശുരാമൻ അപ്രത്യക്ഷനായി. ശ്രീ മഹാദേവൻ പാർവതി ദേവിയോടൊപ്പം മമ്മിയൂരിലേക്ക് മാറി. പ്രതിഷ്ഠ നടക്കുന്നത് ഒരു കുംഭമാസത്തിലാണ്. ക്രിയകൾ പൂയം നാളിൽ തുടങ്ങി അത്തം നാളിൽ അവസാനിച്ചു. ശ്രീവേലിക്കും ശ്രീഭൂത ബലിക്കും എല്ലാം ബലി തൂവുമ്പോൾ കിഴക്കേ ആനക്കൊട്ടിലിലെ കുറച്ച് വലിയ ബലിക്കല്ലിൽ ഗുരുവിനും തൊട്ടടുത്ത് ബലിക്കല്ലില്ലാതെ വായുവിനും ഹവിസ് തൂകുക ഇന്നും പതിവാണ്. ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠ നടത്തി ശ്രീ മഹാദേവൻ പൂജാദികൾ ചെയ്ത ശേഷം ദേവന്മാരും ഋഷിമാരും ഭഗവാനെ പൂജിച്ചതായി വിശ്വസിച്ചു വരുന്നു. ജനമേജയനും ഗുരുവായൂർ ക്ഷേത്രവും.
കലിയുഗ ആരംഭത്തിൽ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മഹത്വം ഭാരതത്തിൽ ആകമാനം വ്യാപിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാരദീയ പുരാണാന്തർഗതമായ ഗുരുപവനപുര മാഹാത്മ്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പരീക്ഷിത് രാജാവിൻ്റെ മകനായ ജനമേജയൻ തൻ്റെ അച്ഛൻ സർപ്പദംശത്താൽ മരിക്കാനിടയായതിന് പ്രതികാരമായി സർപ്പങ്ങളുടെ നാശത്തിനായി ഒരു സർപ്പസത്രം നടത്തുകയുണ്ടായി. അതിൽ ആയിരക്കണക്കിന് സർപ്പങ്ങൾ വെന്തിരിയുകയുണ്ടായി. സർപ്പങ്ങളുടെ ശാപത്താൽ ജനമേജയന് കുഷ്ഠരോഗം പിടിപെട്ടു. കുഷ്ഠരോഗത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഗുരുവായൂരിൽ ഭജനമിരിക്കാൻ ദത്താത്രേയ മഹർഷി ജനമേജയനെ ഉപദേശിച്ചു. ദത്താത്രേയ മഹർഷി ബിംബത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. മഹർഷിയുടെ ഉപദേശപ്രകാരം ജനമേജയൻ മഹർഷിയെയും കൂട്ടി ഗുരുവായൂരിൽ എത്തി. 4 മാസക്കാലം വളരെ ഭക്തിയോടെ ഭജിച്ചും രുദ്രതീർത്ഥത്തിൽ സ്നാനം ചെയ്തും രുദ്രകൂപത്തിലെ തീർത്ഥം സേവിച്ച് ക്ഷേത്രത്തിലെ പ്രസാദം മാത്രം സേവിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരാധന. പ്രഭാതത്തിൽ നിർമാല്യ ദർശനം മുതൽ രാത്രിയിലെ തൃപ്പുക വരെയുള്ള എല്ലാ പൂജാദികളും അദ്ദേഹം പങ്കെടുക്കുകയും നിത്യവും മമ്മിയൂരിൽ ദർശനം നടത്തുകയും ചെയ്തു. ഇങ്ങനെ 4 മാസം പൂർത്തിയായ അവസരത്തിൽ അദ്ദേഹത്തിന് ഭഗവത് ദർശനം ഉണ്ടായി. ഭഗവാന്റെ തലോടലോടെ കുഷ്ഠരോഗമെല്ലാം മാറി. ഭഗവാന്റെ മഹത്വത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് സ്വദേശത്തേക്ക് തിരിച്ചുപോയി ഭരണകാര്യങ്ങളിൽ വ്യാപൃതനായി. വിധിയെ തോൽപ്പിച്ച ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രത്തെ 500 വർഷങ്ങൾക്ക് മുൻപ് ഒരു പാണ്ഡ്യ രാജാവ് പുനർനിർമ്മിച്ചതായി ഒരു ഐതിഹ്യമുണ്ട്. പാണ്ഡ്യരാജൻ ജാതകം പരിശോധിച്ചപ്പോൾ സർപ്പദംശനമേറ്റ് മരിക്കുമെന്ന് കാണുകയുണ്ടായി. രക്ഷപ്പെടാനായി ഒരു തീർത്ഥാടനത്തിനിറങ്ങി. വിധിയെ മറികടക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായ അദ്ദേഹം അവസാന കാലത്ത് ഒരു പുണ്യസങ്കേതത്തിൽ കഴിയാൻ തീരുമാനിച്ചു. അങ്ങനെ ഗുരുവായൂരിൽ എത്തിച്ചേർന്ന് വളരെ ഭക്തിയോടെ അവിടെ കഴിഞ്ഞു. കാലം കഴിഞ്ഞു പോയതറിഞ്ഞില്ല. ഒരു ദിവസം അദ്ദേഹം നോക്കിയപ്പോൾ മരണം പ്രവചിച്ചിരുന്ന സമയം കഴിഞ്ഞു പോയതായി കണ്ടു. പാണ്ഡ്യരാജൻ നാട്ടിൽ തിരിച്ചെത്തി മരണം പ്രവചിച്ച ജ്യോത്സ്യനെ കണ്ടു. ജ്യോത്സ്യൻ തൻ്റെ പ്രവചനം തെറ്റില്ലെന്നും പറഞ്ഞ രാജാവിൻ്റെ കാലിൽ സർപ്പദംശനമേറ്റ സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ഗുരുവായൂരിൽ പ്രാർത്ഥനയിൽ ആയിരുന്നതിനാൽ മരണം സംഭവിച്ചില്ല. ഭഗവാന് ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് അദ്ദേഹവും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് മറന്നുപോയി. അത് ഓർമ്മിപ്പിക്കാനാണ് പാമ്പ് കടിയേറ്റ സംഭവം ഉണ്ടായത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. പാണ്ഡ്യരാജാവ് ആളും അർത്ഥവുമായി ഗുരുവായൂരിലെത്തി ക്ഷേത്ര പുനർനിർമ്മാണം നടത്തി എന്ന് വിശ്വസിച്ച് വരുന്നു. പാണ്ഡ്യരാജാവിൻ്റെ ക്ഷേത്ര പുനർനിർമ്മാണത്തിന് ശേഷം പല പ്രാവശ്യം ക്ഷേത്ര പുനർനിർമ്മാണം നടത്തുകയുണ്ടായി. ഇന്നത്തെ വാസ്തുശില്പങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന പ്രത്യേക രീതിയിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. ഭാവിയിൽ വരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് അളവുകോൽ തെറ്റാതിരിക്കാൻ വിശ്വകർമാവ് അളവുകോലിൻ്റെ മാതൃക അർദ്ധമണ്ഡപത്തിൻ്റെ തറയിൽ രേഖപ്പെടുത്തിയ വിവരം നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. അതിനാൽ പൂർണ്ണമായും പല നിർമ്മാണങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും പൂർവികമായ പ്രത്യേകതകൾക്ക് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല എന്നതാണ് സത്യം. AD 862 കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യർ ഗുരുവായൂരിൻ്റെ മഹത്വം ശരിക്കും മനസ്സിലാക്കുകയുണ്ടായി. അദ്ദേഹം ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങൾക്ക് ഒരടുക്കും ചിട്ടയും ഉണ്ടാക്കി. അതിൽ ഒരു കടുകിണ പോലും വ്യതിചലിക്കാതെ ഇന്നും പരിപാലിച്ചു പോരുന്നു. കോക സന്ദേശത്തിൽ ഹരികന്യകാപുരം ക്ഷേത്രമാണ് ഈ പ്രദേശത്തെ പ്രധാന ക്ഷേത്രമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലായി 72 ബ്രാഹ്മണ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ ബ്രാഹ്മണ കുടുംബങ്ങളാണ് ആദ്യകാലത്ത് ക്ഷേത്രത്തിലെ പൂജാദികൾ നടത്തിയിരുന്നത്. നെന്മിനി ഇല്ലത്തെ ഉണ്ണിയുടെ കഥ ഏറെ പ്രസിദ്ധമാണല്ലോ.
ഭാരതത്തിൻ്റെ ഏകീകരണത്തിനും ഹിന്ദുധർമ്മ പ്രചരണത്തിനും മഹത്തായ സംഭാവനകൾ ചെയ്ത ശ്രീ ശങ്കരാചാര്യർ ഗഗനചാരിയായി ഗുരുവായൂർ ക്ഷേത്രത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന അവസരത്തിൽ അഭൗമമായ ഒരു തേജസ് കണ്ട് അദ്ദേഹം അവിടെ ഇറങ്ങി. അപ്പോൾ കണ്ടത് അതിവിശിഷ്ടമായ വിഗ്രഹം പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ്. തൻ്റെ ദിവ്യശക്തികളെ കൊണ്ട് ബിംബത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ശങ്കരാചാര്യർ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി നടത്തണമെന്ന് മനസ്സിലാക്കി. ക്ഷേത്രത്തിൽ കുറേ ദിവസം ധ്യാന നിമഗ്നനായിരുന്ന അദ്ദേഹം ഭഗവാന്റെ അനുഗ്രഹത്താൽ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ ക്രമപ്പെടുത്തി. ശങ്കരാചാര്യർ താൻ ചിട്ടപ്പെടുത്തിയ പൂജാക്രമങ്ങൾ യാതൊരു ലോപവും കൂടാതെ നടത്തി വരുന്നതിനായി പ്രദേശത്തെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് ഉപദേശം നൽകി. ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ പിൽത്തലമുറക്കാരാണത്രേ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ഓദിക്കന്മാർ. 1757 തൃക്കണവാഴി ദേവസ്വം പിരിച്ചുവിടുന്നത് വരെ ഗുരുവായൂർ അതിൻ്റെ കീഴിൽ ആയിരുന്നു. അതിനുശേഷം ഗുരുവായൂരപ്പനെ മുൻനിർത്തി ഉണ്ടാക്കിയ ഭരണസമിതിയാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ഓരോ ദിവസവും നട അടക്കുന്നതിന് മുൻപ് കണക്കുകൾ വായിച്ച് ഗുരുവായൂരപ്പനെ ബോധ്യപ്പെടുത്തുക പതിവാണ്. പഴയ കാലത്ത് 64 ബ്രാഹ്മണ കുടുംബങ്ങൾ ഉൾപ്പെട്ട ഹരികന്യകാപുരം ആയിരുന്നുവത്രേ ഗുരുവായൂർ. ഈ 64 കുടുംബാംഗങ്ങളിലെ പല മുതിർന്ന അംഗങ്ങൾ യോഗം ചേർന്ന് ഭരണസമിതി രൂപീകരിക്കുകയും ഭരണസമിതിയിൽ നിന്ന് ചീഫ് എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. കണ്ടിയൂർ പട്ടർമാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ചീഫ് സെക്രട്ടറി പദവിയിലുള്ള ആളാണ് റെക്കോർഡുകൾ സൂക്ഷിച്ചിരുന്നത്. നിയമപരമായ കാര്യങ്ങൾ നോക്കാനും പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ തടയാനും ഉറക്കൊയ്മ സ്ഥാനത്ത് ഭണ്ഡാരി നമ്പിടി കുടുംബത്തിലെ അംഗം പരമ്പരാഗതമായി കാര്യങ്ങൾ നോക്കി വന്നിരുന്നു. ആറാട്ടിൻ്റെ അവസരത്തിൽ നമ്പിടി ഭഗവാനെ അനുഗമിക്കണം. ഓരോ വർഷവും ഭരണകാര്യങ്ങൾ പുനരവലോകനം ചെയ്യുക പതിവാണ്. ഭഗവാൻ തന്നെ നേരിട്ട് ഭരണം നടത്തുന്നതാകയാൽ ഭക്തജനങ്ങൾക്ക് യാതൊരുവിധ അസൗകര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല. 17-ാം നൂറ്റാണ്ടായപ്പോഴേക്കും 64 ബ്രാഹ്മണ കുടുംബങ്ങളിൽ പലതും നാമാവശേഷമായി. തൃക്കണവാഴി ദേവസ്വം പിരിച്ചുവിട്ട ശേഷം സാമൂതിരി പ്രധാന ട്രസ്റ്റിയായും മല്ലിശ്ശേരി നമ്പൂതിരി സഹ ട്രസ്റ്റിയായും ഭരണം നിലവിൽ വന്നു. 1825 മുതൽ 1857 വരെ കോടതി നിശ്ചയിച്ച പദ്ധതി പ്രകാരം അധികാരത്തിൽ വന്ന ഒരു ഏജന്റ് മുഖേന ട്രസ്റ്റുകൾ ഭരണം നടത്തുകയായിരുന്നു. ഈ ഗവൺമെന്റ് പ്രതിനിധിക്ക് ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ അധികാരം ഉണ്ടായിരുന്നു. AD 13-ാം നൂറ്റാണ്ട് വരെ ഗുരുവായൂർ അടങ്ങുന്ന പ്രദേശം പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ കീഴിലായിരുന്നു. അതിനുശേഷം സാമൂതിരി പ്രബലനായപ്പോൾ പെരുമ്പടപ്പ് സ്വരൂപത്തെ പരാജയപ്പെടുത്തി തൃപ്പൂണിത്തുറ വരെ കീഴടക്കുകയും ചെയ്തു. പെരുമ്പടപ്പ് സ്വരൂപമാണ് പിന്നീട് കൊച്ചി രാജ്യമായി തീർന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രി കൊച്ചി ദേശത്തിൽപ്പെട്ട പുലിയന്നൂർ മനക്കാരനായിരുന്നു. കൊച്ചി ദേശത്തെ ക്ഷേത്രങ്ങളിലെ തന്ത്രം ഉപേക്ഷിച്ച് സാമൂതിരിയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ തന്ത്രം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതിനാൽ സാമൂതിരി തൻ്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളുടെ തന്ത്രിയായ ചേനാസ് നമ്പൂതിരിപ്പാടിനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രിയായി നിയോഗിച്ചു. അതോടെയാണ് ചേനാസ് മനക്കിലേക്ക് ഗുരുവായൂരിൻ്റെ തന്ത്രിസ്ഥാനം കൈവന്നത്. സാമൂതിരിയുടെ കീഴിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് വലിയ പുരോഗമനമാണ് കൈവരിക്കാൻ കഴിഞ്ഞത്. മലബാറിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായിരുന്ന തിരുനാവായയേക്കാൾ പ്രസിദ്ധി ഗുരുവായൂരിന് കൈവന്നു. ക്ഷേത്രത്തിലെ നിവേദ്യങ്ങൾ യാതൊരു ലോപവും കൂടാതെ നടത്തുന്നതിന് സാമൂതിരി വേണ്ട വ്യവസ്ഥകൾ ചെയ്തു. അരിയുടെ ക്ഷാമം നികത്താൻ പാലക്കാട്ട് താലൂക്കിലെ പാറക്കുളം അംശത്തിലെ കുനിശ്ശേരിയിലുണ്ടായിരുന്ന തൻ്റെ അധീന പ്രദേശങ്ങളിൽ നിന്നും നെല്ല് എത്തിക്കുവാൻ സാമൂതിരിപ്പാട് ഒരുക്കങ്ങൾ ചെയ്തു.
വർഷം തോറും 300 പൊതികൾ മുതൽ 500 പൊതികൾ വരെ നെല്ല് തലച്ചുവടായി 50 നാഴിക അകലെ നിന്ന് കൊണ്ടുവന്നിരുന്നു. 16-ാം നൂറ്റാണ്ടിലെ ചക്രവാക സന്ദേശത്തിൽ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ക്ഷേത്ര ഗോപുരത്തെക്കുറിച്ചും കൊടിക്കൂര പാറിക്കളിക്കുന്ന സ്വർണ്ണ കൊടിമരത്തെക്കുറിച്ചും വർണ്ണിക്കുന്നുണ്ട്. ഇന്ന് കാണുന്ന പ്രധാന ഗോപുരം 1638 AD പുതുക്കി പണിതതാണ്. 1639 ലോകക്ഷേമത്തിന് വേണ്ടി വിശ്വബലി എന്ന പ്രത്യേക പൂജ നടക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള വിശ്വബലി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിന്നീട് പല അവസരങ്ങളിലും നടന്നതായി പല താളിയോലകളിൽ കാണാൻ സാധിക്കും. 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഗുരുവായൂർ കേരളത്തിലെ ഏറ്റവും പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായി ഉയർന്നു. 1716 ഡച്ചുകാർ സാമൂതിരിയുമായുള്ള യുദ്ധത്തിൽ ഗുരുവായൂരിനെ ആക്രമിച്ചു. കലവറ കൊള്ളയടിക്കുകയും കൊടിമരത്തിലെ സ്വർണം പറിച്ചെടുക്കുകയും പടിഞ്ഞാറെ ഗോപുരത്തിന് തീവയ്ക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഏകാദശിക്കും ഉത്സവത്തിനും കിട്ടിയ വഴിപാടുകളെ കൊണ്ട് നഷ്ടം നികത്താൻ സാധിച്ചു. പിന്നീട് 1747 പണിക്ക വീട്ടിൽ രാരിച്ച മേനോൻ പടിഞ്ഞാറെ ഗോപുരം പുതുക്കി പണിയുകയുണ്ടായി. ടിപ്പുവിൻ്റെ ആക്രമണം. ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും ആക്രമ ഫലമായി ഹൈന്ദവ സമാജത്തിനും ക്ഷേത്രങ്ങൾക്കും കനത്ത നാശമാണ് ഏൽക്കേണ്ടി വന്നത്. കണ്ണിൽ കണ്ട ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കുകയും ഹൈന്ദവ ജനതയെ മതപരിവർത്തനം ചെയ്ത് മലബാറിൽ ആകെ ആക്രമികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. 1789 ടിപ്പുവിൻ്റെ പടയോട്ട് സമയത്ത് ഗുരുവായൂരിലെ മൂലവിഗ്രഹം രഹസ്യ അറയിൽ ഒളിപ്പിച്ചു വയ്ക്കുകയും ഉത്സവ വിഗ്രഹം മല്ലിശ്ശേരി നമ്പൂതിരിയും കക്കാടോദിക്കനും കൂടി അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ക്ഷേത്രം കൊള്ളയടിച്ച ടിപ്പു ഗോപുരത്തിന് തീ കൊളുത്തി. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ അവിചാരിതമായി ഉണ്ടായ മഴ കൂടുതൽ അപകടത്തിൽ നിന്നും ക്ഷേത്രത്തെ രക്ഷിച്ചു. 1792 മാർച്ച് 28 സാമൂതിരി ഇംഗ്ലീഷുകാരുടെ സഹായത്താൽ ടിപ്പുവിനെ പരാജയപ്പെടുത്തുന്നതോടെ മലബാർ അക്രമങ്ങളിൽ നിന്നും മോചിതമായി. അമ്പലപ്പുഴയിൽ എത്തിയ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് കുളക്കരയിലെ ഒരു തട്ടിട്ട മുറിയിൽ സ്ഥാപിച്ചു. ഓദിക്കൻ തന്നെ പൂജകളും നിവേദ്യങ്ങളും നടത്തി വന്നു. 1 മാസത്തോളം അവിടെ തന്നെ പൂജകൾ കഴിച്ചു വന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അന്നത്തെ ആ സ്ഥലം ഇന്നും വേർതിരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. നിത്യവും വിളക്ക് വെച്ച് നിവേദ്യവും നടത്തി വരുന്നുണ്ടത്രേ. ടിപ്പുവിൻ്റെ ഭീഷണിയിൽ നിന്ന് മലബാർ മോചിതമായ ശേഷം 1792 സെപ്റ്റംബർ 17 മൂലവിഗ്രഹം പുനഃപ്രതിഷ്ഠിച്ച് പൂജാദികൾ ആരംഭിച്ചു. 1825 മുതൽ 1900 വരെ ഉള്ളനാട് പണിക്കന്മാരാണ് ക്ഷേത്രകാര്യങ്ങൾ നോക്കി വന്നത്. പണം കൊണ്ട് പണിക്കരുടെ വീട്ടുകാർ ക്ഷേത്രത്തെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചു. ഏതാണ്ട് 75 വർഷക്കാലം ഈ നില തുടർന്നു വന്നു. ഇതിനിടെ ചെമ്പകശ്ശേരിയുടെയും ദേശവർമ്മൻ നമ്പൂതിരിയുടെയും സ്വത്തുക്കൾ മുഴുവൻ ദാനമായി ലഭിച്ചു. ടിപ്പു മുടക്കിയിരുന്ന ദേവദായം മദ്രാസ് ഗവൺമെൻറ് തിരികെ നൽകി. AD 1859 പഞ്ചലോഹ നിർമ്മിതമായ കൊടിമരം സ്ഥാപിക്കുകയും 1892 ചുറ്റമ്പലം, പ്രധാന ശ്രീകോവിൽ, വിളക്കുമാടം, കൂത്തമ്പലം, ശാസ്താക്ഷേത്രം എന്നിവ പുതുക്കി പണിതു. ചെമ്പോല പതിക്കുകയും ചെയ്തു. 1900 കോന്തിമേനോൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാനേജറായി സ്ഥാനമേറ്റെടുത്തതോടെയാണ് ക്ഷേത്രത്തിൽ പല പരിഷ്കാരങ്ങളും ഉണ്ടായത്. കോന്തിമേനോൻ ദേവസ്വത്തെ പല വിഭാഗങ്ങളായി പിരിച്ച് പത്തായപ്പുര നിർമ്മിച്ചു. 1916 12 വർഷത്തേക്ക് ഗുരുവായൂർ ക്ഷേത്രവും സാമൂതിരി കോവിലകം അടക്കമുള്ളതെല്ലാം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു. ക്ഷേത്രത്തിൽ
നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ സ്കീം തയ്യാറാക്കി മലബാർ കളക്ടർ മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അതുപ്രകാരമുള്ള ഭരണമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിന്നീട് നടന്നത്. ഈ ഭരണത്തെ എസ്റ്റേറ്റ് ഭരണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ സമയം ആധുനിക രീതിയിൽ ഓഫീസ് കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി മേൽശാന്തിക്ക് ശമ്പളം നിശ്ചയിച്ചു. ആദ്യകാലങ്ങളിൽ മേൽശാന്തി സ്ഥാനത്തേക്ക് ആളെ കിട്ടാൻ വിഷമമായിരുന്നു. ഇന്നൊരു മേൽശാന്തി നിയമനം കിട്ടുക എന്നത് പരമഭാഗ്യമായി കരുതി വരുന്നു. 1927 റിസീവർ ഭരണത്തിൽ നിന്ന് സാമൂതിരി നേരിട്ട് ഭരണം ഏറ്റെടുത്തു. 1930 മദ്രാസ് ഹൈക്കോടതി ഏർപ്പെടുത്തിയ പദ്ധതി അനുസരിച്ചുള്ള ഭരണം നിലവിൽ വന്നു. ക്ഷേത്രകാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള അധികാരം ഹിന്ദുമത ധർമ്മ സ്ഥാപന ബോർഡിന്, അതായത് HRNCE 1939 കൈവന്നു. 1971 മാർച്ച് 9 കേരള ഗവൺമെൻറ്റിൻ്റെ ഗുരുവായൂർ ദേവസ്വം ആക്ട് പ്രാബല്യത്തിൽ വന്നു. തീപിടുത്തവും ക്ഷേത്ര പുനരുദ്ധാരണവും. 1970 നവംബർ 29 ഞായറാഴ്ച രാത്രി 1:30 മണിയോടെ ക്ഷേത്രത്തിൽ നിന്ന് പുക കാണാനിടയായി. വിവരമറിഞ്ഞു നാനാഭാഗങ്ങളിൽ നിന്നും വിവിധ ജാതി മതസ്ഥർ ഓടിയെത്തി. ഭഗവത് നാമത്തോടെ തീ കെടുത്താൻ കിണഞ്ഞു പരിശ്രമിച്ചു. ഏകാദശി വിളക്കിൻ്റെ 6ാം ദിവസമായിരുന്നു അന്ന്. ഭീകരമായ തീപിടുത്തത്തെ നേരിടാൻ ഭക്തജനങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചു. 2:30 മണിയോടെ പൊന്നാനിയിൽ നിന്നും ഫയർ സർവീസ് എത്തിയതോടെ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടി. തൃശ്ശൂരിൽ FACTയിൽ നിന്നും മറ്റൊരു ഫയർ എഞ്ചിൻ എത്തിയതോടെ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടന്നു. നേരം പുലർന്നതോടെ തീയെല്ലാം അണച്ചു കഴിഞ്ഞിരുന്നു. അതിനിടയ്ക്ക് ഭഗവാന്റെ വിഗ്രഹം തന്ത്രി മഠത്തിലേക്ക് മാറ്റി. അവിടെ ഭഗവാന് ഒരു പിടി മലർ കൊണ്ടുള്ള നിവേദ്യത്തിൽ തൃപ്തിപ്പെടേണ്ടി വന്നു. ഇത്ര ഭീകരമായ തീപിടുത്തം ഉണ്ടായിട്ടും പ്രധാന ശ്രീകോവിലിനോ ഗണപതി, ശാസ്താവ്, ഭഗവതി തുടങ്ങിയ ഉപദേവതമാരുടെ കോവിലുകൾക്കോ ധ്വജസ്തംഭത്തിനോ യാതൊരു കേടുപാടും പറ്റിയില്ല എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തിയ സംഭവമായിരുന്നു. ഇതോടെ ഗുരുവായൂരപ്പൻ്റെ മഹത്വം എല്ലാവർക്കും ഒരിക്കൽ കൂടി ബോധ്യമായി. 10 മണിയോടെ ക്ഷേത്ര പരിസരങ്ങളെല്ലാം ഭക്തജനങ്ങളുടെ കഠിനാധ്വാനത്തോടെ വൃത്തിയാക്കി. 11 മണിയോടെ തന്ത്രി മഠത്തിൽ നിന്നും ഭഗവത് വിഗ്രഹം ശ്രീകോവിലിൽ കൊണ്ടുവന്നു പ്രതിഷ്ഠിച്ച് പൂജാകർമ്മങ്ങൾ പുനരാരംഭിച്ചു. തീപിടുത്തത്തിൻ്റെ വിവരമറിഞ്ഞ് ദേവസ്വം മന്ത്രി അടക്കമുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായവർ ഗുരുവായൂരിലേക്ക് ഓടിയെത്തി. തമിഴ്നാട്ടിൽ ശ്രീരംഗം, പഴനി മുതലായ മഹാക്ഷേത്ര പുനർനിർമ്മാണം നടത്തിയ ശ്രീ KK മേനോൻ അന്നവിടെ ദേവസ്വം കമ്മീഷണറുടെ ഒപ്പം സന്നിഹിതനായിരുന്നു. ഭാവി കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിനായി ഒരു സമ്മേളനം ഡിസംബർ 5 ഗുരുവായൂരിൽ വിളിച്ചുകൂട്ടി. 1970 നവംബർ 29 ഭീകരമായ തീപിടുത്തത്തിന് ശേഷം ക്ഷേത്രം പുനരുദ്ധാരണത്തിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. ദേവസ്വം മന്ത്രി പ്രസിഡന്റും കേളപ്പജി വർക്കിംഗ് പ്രസിഡന്റും KK മേനോൻ സെക്രട്ടറിയായി വിദഗ്ധരടങ്ങിയ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ചു. തിരുവനന്തപുരം ബിൽഡിംഗ് എഞ്ചിനീയറായ E. മാധവൻ നായർ, FACTയിലെ ചീഫ് എഞ്ചിനീയർ K. രാജഗോപാൽ, തന്ത്രി ചെന്നാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നിവരായിരുന്നു അംഗങ്ങൾ. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള രൂപരേഖ തയ്യാറാക്കി. പ്രസിദ്ധ ജ്യോതിഷി പുതുശ്ശേരി വിഷ്ണു നമ്പൂതിരി പ്രശ്നം വെച്ച് ഭഗവാന്റെ ഇംഗിതം അറിയുകയും ചെയ്തു. 1971 മെയ് 1 പ്രഭാതത്തിൽ 4 മണിക്ക് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തറക്കല്ലിട്ടത് കാഞ്ചി കാമകോടി പീഠമഠാധിപതി ശങ്കരാചാര്യരാണ്. കന്യാകുമാരി വിവേകാനന്ദ സ്മാരക നിർമ്മാണത്തിലൂടെ പ്രസിദ്ധി നേടിയ PS ബാലിയാണ് ക്ഷേത്രത്തിലെ 58 തൂണുകളിലെ ശില്പങ്ങൾ കൊത്തിയതും ഗണപതി കോവിൽ പുനർനിർമ്മിച്ചതും. നാലമ്പലത്തിനുള്ളിലെ പടിഞ്ഞാറേ ചുവരിലെ
അനന്തശയനം കല്ലിൽ കൊത്തിയതും അദ്ദേഹം തന്നെയാണ്. മരത്തിൻ്റെ പണികളെല്ലാം ചെയ്തത് ഇളവള്ളി നാരായണാചാര്യരാണ്. ഇവയെല്ലാം അവരുടെ നിത്യസ്മാരകമായി എന്നും നിലനിൽക്കും. ഭഗവാന്റെ അനുഗ്രഹത്താൽ ആവശ്യമായ കല്ലുകൾ പരിസരത്ത് നിന്ന് തന്നെ ലഭിച്ചു. ഒന്നാമത്തെ ഘട്ടം പണിക്ക് അന്ന് 26 ലക്ഷം രൂപയാണ് ചിലവായത്. തീപിടുത്തത്തിന് ശേഷം 1973 ഏപ്രിൽ 14 ഒരു വിഷുദിനത്തിൽ 7000 ദീപങ്ങൾ ജ്വലിക്കുന്ന വിളക്കുമാടം പ്രകാശപൂരിതമായി. 1974 ഒക്ടോബർ 31 തീയതിയോടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓരോ മണൽത്തരിക്കും പറയാനുണ്ട് അനവധി കഥകൾ. ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹരേ ഗുരുവായൂരപ്പ.